ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫാമിലി സ്റ്റാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ന്യൂ ആയിട്ടുള്ള ന്യൂസോ കാര്യങ്ങളോ ഒന്നുമല്ല. അതുപോലെ തന്നെ റിയാക്ഷൻ വീഡിയോ ആണെന്ന് ചോദിച്ചാൽ ഒരു റിയാക്ഷൻ വീഡിയോ തന്നെയാണ്. പക്ഷേ ഒരുപാട് സന്തോഷമുള്ള ഒരു വീഡിയോ എന്ന് പറയാം. നമുക്കെല്ലാവർക്കും ഇൻസ്പയർഡ് ആവുന്ന ഒരു വ്യക്തിനെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ വന്നത്. അതായത് ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസറെ കുറിച്ച് തന്നെയാണ് സംസാരിക്കാൻ വന്നത്. ഏറ്റവും ഉപരി ഒരു സോഷ്യൽ വർക്കറാണെന്ന് നമുക്ക് പറയാം. അതിലുപരി എല്ലാവർക്കും ഇൻസ്പയർഡ് ആവുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഏകദേശം ഒരു ഫസ്റ്റായിട്ട് ജോലിയൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ അതിന് ശേഷമാണ് ഒരു ഫോൺ, അതായത് നമ്മുടെ യൂട്യൂബൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ആ സമയം തൊട്ട് ഞാൻ ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസൊക്കെ കാരണം നിരന്തരം സ്ഥിരമായിട്ട് കാണുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിലുപരി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു യൂട്യൂബർ കൂടിയാണ് സിലു ടോക്ക് സിൽഹ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ചാനലായിട്ടുള്ള സിലുത്ത. അപ്പോൾ ഇത്തരം വീഡിയോസൊക്കെ അടിപൊളി വീഡിയോസാണ്. നമുക്ക് ഇൻസ്പയർഡ് എന്ന് ഞാൻ പറഞ്ഞത് സത്യം പറഞ്ഞാൽ 5 മക്കളുടെ അമ്മയാണ്. അതുപോലെ തന്നെ ഇപ്പം സോഷ്യൽ വർക്കറാണ്. അതിലുപരി ബിസിനസ് നടത്തുന്നുണ്ട്. പിന്നെന്താണ്, എല്ലാവരെയും സഹായിക്കാവുന്ന ഒരു മൈൻഡ്. അതിലുപരി പുള്ളിക്കാരി ഇപ്പോൾ പഠിക്കാൻ പോകുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് മാനേജ് ചെയ്യുന്ന നല്ലൊരു എന്താണ് പറയുന്നത്, ഒരു ബോൾഡായിട്ടുള്ള ഒരു ലേഡി എന്ന് തന്നെ നമുക്ക് പറയാം. നമുക്ക് എല്ലാവർക്കും ഇൻസ്പയർഡും അതുപോലെ മോട്ടിവേഷനും ഒക്കെ ആയിട്ടുള്ള ആള് കൂടിയാണ്. ചിലരൊക്കെ ജാതി നോക്കി ആൾക്കാരെ സ്നേഹിക്കുന്നു. ഇത് അങ്ങനെയൊന്നുമല്ല. എല്ലാ ജാതികളെയും ഒരുമിച്ച് ഒരേ മനസ്സോടുകൂടി കാണുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പം ഞാൻ ഇപ്പോൾ പുള്ളിക്കാരിയെ കുറിച്ച് പറയാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുള്ളിക്കാരി ഒരുപാട് സോഷ്യൽ വർക്കേഴ്സും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ആൾ തന്നെയാണ്. ഈ അടുത്തിടെ പുള്ളിക്കാരി ഒരു ഷോർട്ട് വീഡിയോയും അതുപോലെ തന്നെ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്കെന്തോ മനസ്സിൽ ഒരുപാട് സന്തോഷം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി പറയാമെന്ന് വിചാരിച്ചത്. കാരണം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. കാരണം പുള്ളിക്കാരിയുടെ ഏത് വീഡിയോസ് ആണെങ്കിലും, പുള്ളിക്കാരുടെ വീഡിയോസ് ഒക്കെ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. കിച്ചൺ ആണെങ്കിലും അതുപോലെ തന്നെ പിള്ളേർക്കൊക്കെ ഫുഡ് ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ ലഞ്ച് ബോക്സ് സെർവ് ചെയ്യുന്ന വീഡിയോസും എല്ലാം നമുക്ക് കണ്ടിരിക്കാനും അതുപോലെ തന്നെ ആൾക്കാരെ പിടിച്ചിരുത്തുന്ന ഒരു സംസാരം ഉള്ള ആൾ തന്നെയാണെന്ന് പറയാം. അതിലുപരി നല്ല എല്ലാ മനുഷ്യരോടും ഒരേപോലെ സ്നേഹമുള്ള ഒരു വ്യക്തിയാണ്. പുള്ളിക്കാരുടെ 5 മക്കളും സത്യം പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞ പുണ്യം ചെയ്ത മക്കൾ തന്നെയാണ്. അതിലുപരി പുള്ളിക്കാരി ഏറ്റവും ഭാഗ്യം ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കെയറിങ്ങും അതുപോലെ തന്നെ ഇതുപോലെ എല്ലാ കാര്യത്തിനും ഒരുമിച്ച് കൂടെ നിൽക്കുന്ന ഒരു ഹസ്ബൻഡിനെ കിട്ടിയെന്നാണ്. ആ ഇക്കയെ കൊണ്ടാണ് പുള്ളിക്കാരി ഏറ്റവും അധികം ഭാഗ്യം ചെയ്തതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് തന്നെ പറയാം പുള്ളിക്കാരുടെ ഹസ്ബൻഡ്. അപ്പം നമുക്ക് ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളൊന്ന് കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിനൊരു സന്തോഷമൊക്കെ തോന്നിയില്ലേ? എനിക്കും ഒരുപാട് സന്തോഷം തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു പ്രായം ചെന്ന അമ്മയും അച്ഛനും താമസിക്കുന്ന വീടാണ്. അതെന്താണ് പറയുന്നത്, താമസിക്കാൻ കൊള്ളാത്ത തരത്തിൽ ഉള്ളൊരു, അതായത് നമുക്ക് വാസയോഗ്യമല്ലാത്ത തരത്തിലുള്ള ഒരു വീടായിരുന്നു. അതിലുപരി എന്താണ് പറയേണ്ടത്, മേൽക്കൂരയൊക്കെ ആണെങ്കിലും മൊത്തം പൊളിഞ്ഞു കിടക്കുമായിരുന്നു. നമ്മളൊക്കെ സാധാരണ പറയത്തില്ലേ, ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ, ഞങ്ങൾ പണ്ടത്തെ സമയത്തൊക്കെ വീടുകളിലൊക്കെ ഒരു മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പോലും പുറത്തു പോകാതെ എല്ലാം സേഫായിട്ട് അകത്ത് തന്നെ, അതേ കണ്ടീഷനിലുള്ളൊരു വീടായിരുന്നു. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ മൊത്തവും വെള്ളം പെരയ്ക്കകത്ത് തന്നെ ആയിരിക്കും. അതുപോലെ ദുഃഖവും ദുരിതവും ഒക്കെ അനുഭവിച്ച ഒരു അമ്മയും അച്ഛനുമാണ്. അവർക്ക് എന്താണ്, പുള്ളി ഏറ്റവും വലിയൊരു സഹായമാണ് പുള്ളിക്കാരത്തി ചെയ്തു കൊടുത്തിരിക്കുന്നത്. അതായത് ആ വീട് വാസയോഗ്യമാക്കി നല്ല രീതിയിൽ എന്താ സെറ്റപ്പാക്കി എടുക്കുക എന്ന് തന്നെ നമുക്ക് പറയാം. അതുപോലെ നല്ല രീതിയിൽ ആ വീട് പണിത് കൊടുക്കുകയൊക്കെ ചെയ്തു. അതുപോലെ തന്നെ ആ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരി തന്നെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അതും ഈ വീഡിയോയുടെ കൂടെ ഞാൻ ഇപ്പം തന്നെ ആഡ് ചെയ്തേക്കാം. പുള്ളിക്കാരി വാങ്ങിച്ചു കൊടുക്കുന്നതും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഒരു വീട്ടിൽ ആവശ്യമായിട്ടുള്ള സകല കാര്യങ്ങളും വാങ്ങിച്ചു കൊടുത്ത് ഒരു വീട്ടിൽ അത്രയും താമസിക്കുന്ന സൗകര്യങ്ങൾ ഒരുക്കി ആരെങ്കിലും ഒക്കെ ചെയ്തു കൊടുക്കും അല്ലേ. പുള്ളിക്കാരുടെ നല്ലൊരു മനസ്സെന്ന് തന്നെ നമുക്ക് പറയാം. ഇവരെയൊക്കെയാണ് നമ്മൾ സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത്. അല്ലാതെ വീട്ടിൽ കിടക്കുന്ന വഴക്കും കാര്യങ്ങളും ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിലേക്ക് എടുത്തിട്ട് 2 വശത്തുനിന്ന് എക്സ്പ്ലനേഷൻ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്ന അവരെയൊക്കെ നമ്മൾ എന്തിനാണ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത്. ഇവരാണ് ഏറ്റവും നല്ല വ്യക്തിക്ക് ഉടമെന്ന് പറയാം. നമുക്ക് എല്ലാവർക്കും ഒരു മോട്ടിവേഷണലും അതുപോലെ ഇൻസ്പയർഡ് ആകുന്ന ഒരു ആൾ തന്നെയാണ്. ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് പിള്ളേർക്ക് വായിക്കും സ്കൂളിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, അതുപോലെ തന്നെ വീട്ടിലേക്ക് ഭക്ഷണങ്ങളും വീട്ടിൽ വെക്കാനുള്ള പരിചരക്ക് സാധനങ്ങൾ, കിറ്റുകൾ, സകല കാര്യങ്ങളും പുള്ളിക്കാരി ഒരാൾക്കെന്നല്ല ഒരുപാട് ആൾക്കാർക്ക് കൂടെ മേടിച്ചിട്ട്
എന്നാ പാക്ക് ചെയ്ത് ഓരോ സെറ്റായിട്ട് പാക്ക് ചെയ്തൊക്കെ കൊടുക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരി ആ വീട്ടിലേക്ക് ആവശ്യപ്പെട്ട എല്ലാ സാധനങ്ങളും മേടിക്കുന്ന വീഡിയോയും പങ്കുവച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊന്ന് കാണാം. എന്ത് സന്തോഷത്തോടെ സ്വന്തം വീട്ടിലേക്ക് വാങ്ങുന്ന ആ പ്രതീതിയോടുകൂടിയാണ് പുള്ളിക്കാരി അത് വാങ്ങുന്നത്. അതുകൂടെ നമുക്ക് കണ്ടിട്ട് വന്നാലോ. ിലേക്ക് നമ്മൾ അതിനെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ വീട് അവിടെ നിന്ന് നേരിട്ട് കാണുമ്പോൾ. ഒരു വെള്ള കൊട്ടാരം പോലെ എന്നെ സംബന്ധിച്ചിടത്തോളം കേട്ടോ, ഒരു റിസോർട്ടിൻ്റെ ലുക്കായിരുന്നു. പക്ഷെ അടുത്ത് നമുക്കൊരു വലിയൊരു ടാസ്ക് എന്ന് പറയുന്ന സമയത്ത് വീട്ടിലേക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല കുറച്ച് പാത്രങ്ങൾ വേണം. കാരണം അച്ഛമ്മയുടെ അവിടെയുള്ളതെല്ലാം പൊട്ടിയതും പഴകിയതുമായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്തതായിരുന്നു. അങ്ങനെ ഷോപ്പിംഗ് സെക്ഷനായിരുന്നു അടുത്തതായിട്ട് നമ്മുടെ മുന്നിലുള്ളത്. ഇതെല്ലാം തന്നെ ഒരു ടൈറ്റ് ഷെഡ്യൂളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരുന്നത് കേട്ടോ. ഈ സമയത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട്. ഇന്നാളൊരു കമൻറ്റ് വന്നു, ചെയ്യുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്, പക്ഷേ യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ പൈസ കിട്ടാനും വേണ്ടിയിട്ട്, ഇങ്ങനെ റീച്ച് കിട്ടാനും വേണ്ടിയിട്ട് എന്നൊക്കെ പറയുന്നത് ഒരുപാട് സങ്കടം ഉണ്ടോ. ഇതിൽ വല്ല 10 100 കിട്ടിക്കഴിഞ്ഞാൽ പോലും നമുക്ക് പെട്രോൾ അടിക്കാനുള്ള പൈസ പോലും തികയൂല. ഇതൊക്കെ ഒരു മാസത്തിൻ്റെ എൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് നിങ്ങളീ കാണുന്നത് എല്ലാം കേട്ടോ. നമ്മൾ അഭിനന്ദിച്ചില്ലെങ്കിലും വേണ്ടില്ല, എന്തിനാ ഇങ്ങനെ നിന്ദിക്കുന്നത്. ഫൗസിയ എന്ന് പറഞ്ഞൊരു ഐഡിയിൽ നിന്നാണ് അങ്ങനൊരു ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിന് ഒരുപോലെ സന്തോഷം തോന്നത്തില്ല. കാരണം എന്താ, നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ ഏത് സാധനം മേടിച്ചാലും നമുക്ക് ഒരുപാട് സന്തോഷമാണ്. അതേ സന്തോഷത്തോടെ കൂടി തന്നെയാണ് അവർക്ക് ഓരോ സാധനങ്ങളും പുള്ളിക്കാരി ആ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം മേടിക്കുന്നത്. പിന്നെ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും അതിന് കുറ്റം കണ്ടെത്തുന്ന കുറേ നെഗറ്റീവ് കമൻറ്റേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ പുള്ളിക്കാരിക്കും അത് ഒരുപാട് പേരുണ്ട് കേട്ടോ. അവർ പറയുന്ന മെയിനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ നിങ്ങൾ എന്തിനാണ്, നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നല്ലത് തന്നെയാണ്, പക്ഷേ ഇതെന്തിനാണ് എടുത്ത് പോസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വ്യൂവും റീച്ചും കിട്ടാനില്ല. ഞാൻ ചോദിക്കട്ടെ, അവർക്ക് വ്യൂ കിട്ടിയാലും അതുപോലെ തന്നെ റീച്ച് കിട്ടിയാലും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു പങ്ക് അവർ ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് ദാനം ചെയ്യുന്നുണ്ട്. പിന്നെ അവർക്ക് ഒരുപാട് റീച്ച് ദൈവം കൊടുക്കുന്നുണ്ടെങ്കിലും അത് ഏറ്റവും നല്ല കാര്യമാണെന്നാണ് ഞാൻ പറയുന്നത്. അവർക്ക് റീച്ച് കിട്ടട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഒരുപാട് സഹായം അവർ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. ഈ അമ്മയ്ക്കും അച്ഛനും ആണെങ്കിലും എന്തും വേണ്ടി സഹായം ചെയ്യുന്നുണ്ട്. കുറേ ആൾക്കാർ മതത്തിന്റെ പേരിൽ വന്ന് കമന്റ് ഇടുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഇന്നത്തെ കാലത്താണ് ജീവിക്കുന്നത്. ഈ മതവും കാര്യമൊക്കെ എടുത്ത് കളയേണ്ട സമയം കഴിഞ്ഞ് എല്ലാ മതങ്ങളും ഒന്നാണ്. ഈ മതങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായി, ഇന്ന മതത്തിൽ ജനിച്ചു, വലിയ മതത്തിൽ ജനിച്ചു എന്നൊന്നും മറ്റു കാര്യമില്ലല്ലോ. അത്യാവശ്യം മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു കാര്യമാണ്. മനുഷ്യത്വം ഇല്ലാതെ എന്ത് മതവും തൂക്കി നടന്നിട്ട് എന്താണ് കാര്യം. അതിൻ്റെ അകത്ത് ഒരു ഷോർട്ട് വീഡിയോ അതും കൂടെ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. ഒരു ഷോർട്ട് വീഡിയോയ്ക്കകത്ത് പറയുന്നല്ല, ആ അമ്മേനെ കുളിപ്പിച്ച് നല്ല സുന്ദരിയാക്കി ഒരു ചന്ദനക്കുറിയൊക്കെ തൊടുന്നൊരു ഭാഗമുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് ഒരാൾ അതിൻ്റെ താഴെ വന്ന് കമന്റ് ഇട്ടിരിക്കുകയാണ്, ബാക്കിയെല്ലാം പോട്ടെ, നിങ്ങൾ ആ ചന്ദനക്കുറി തൊട്ടത് തെറ്റായി പോയെന്ന്. ഞാൻ ചോദിക്കട്ടെ, എന്ത് തെറ്റാണ്? മുസ്ലിം യുവതിക്ക് ഒരു ചന്ദനക്കുറി അണിയാൻ പറ്റില്ലേ? അത് അവർക്ക് തൊട്ട് കൊടുക്കാൻ പറ്റില്ലേ? അവരുടെ 2 ജാതിയാണെങ്കിൽ പോലും 2 രീതിയിലുള്ള പാലുകാച്ചൽ ചടങ്ങും കാര്യങ്ങളും ഒക്കെ നടത്തുന്ന വീഡിയോ ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഏറ്റവും നല്ലൊരു കാര്യമാണ്. കാരണം നമ്മളൊരു സഹായം ചെയ്തിട്ട് മറ്റുള്ളവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടാവും, നമുക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെ. ആ ഒരു കാര്യത്തിൽ ഏറ്റവും നല്ല ഒരാൾ തന്നെയാണ്. ഒരുപാട് സന്തോഷങ്ങൾ, ഒരുപാട് മുഖത്തിന്റെ പുഞ്ചിരികൾ കാണാൻ പറ്റിയ ഒരു വ്യക്തി കൂടിയാണ് നമുക്ക് പറയാം അല്ലേ. അതുപോലെ എനിക്കെന്തോ ഭയങ്കര എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നല്ലൊരു ബോൾഡ് ആയിട്ടുള്ള ഒരു ലേഡിയും ഇവരെയൊക്കെയാണ് നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് തന്നെ സത്യം പറഞ്ഞാൽ വിളിക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നല്ലൊരു സ്വഭാവത്തിനുടമയും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ എനിക്ക് ഏതായാലും ഇവരുടെ വീഡിയോസൊക്കെ ഒന്ന് പങ്കുവെക്കണമെന്ന് തോന്നി. അപ്പം ഇതുപോലെ നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോസും കൂടെ നമ്മൾ റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്യണ്ടേ, അല്ലാതെ മറ്റുള്ളവരുടെ വേറെ ന്യൂസുകളും കാര്യങ്ങളൊക്കെ മാത്രം പറഞ്ഞാൽ പോരല്ലോ. അപ്പം ഇതുപോലെ നല്ല വീഡിയോസും ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ചെയ്തത്. ഏതായാലും വീഡിയോസൊക്കെ കയറി കാണാം.